ഹലോ ഡിയേഴ്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല രുചികരമായ അധികം സ്പൈസി അല്ലാത്ത ഫില്ലിംഗ് ആണ് ഇതിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് മുതൽ കഴിക്കാൻ പറ്റും. വളരെ നൈസായിട്ടുള്ള കവറിംഗ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുക. മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. നേരിയ ചൂടുള്ള വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് ഈ പൊടിയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടി ഒന്ന് നനച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ പൊടി നനഞ്ഞത് കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. കൈകൊണ്ട് കുഴച്ച് നോക്കുമ്പോഴേ ഇതിൻ്റെ നനവ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം വേണം. ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 1/4 കപ്പും പിന്നെ 3 ടീസ്പൂൺ വെള്ളവുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കൊരു ഒട്ടുന്ന പരുവത്തിലുള്ള ഒരു മാവാണ് വേണ്ടത്. കുഴച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടുന്ന പരുവത്തിലായിരിക്കണം. അപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴക്കാം. നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ തേച്ച് കുഴക്കാം. ഒരു 5 മിനിറ്റൊക്കെ തേച്ച് കുഴച്ചാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആകുകയും കുറച്ച് പൊങ്ങുകയും ചെയ്യും. പഞ്ചസാര ചേർത്തതുകൊണ്ട് മാവ് കുറച്ച് പൊങ്ങി വരും, സോഫ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതിയാകും. ഇതിലേക്ക് മിൻസ് ചെയ്ത ചിക്കൻ ചേർത്തൊന്ന് ചൂടാക്കാം. ഞാനിവിടെ 150 ഗ്രാം മിൻസ് ചെയ്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കന് വേണ്ട അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുടരെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ സവാള ചേർക്കാം. സവാള ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. സവാള ഒന്ന് വാടി കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. സവാള വാടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. കുട്ടികൾക്കും കൂടി കഴിക്കാനുള്ളതാണെങ്കിൽ എരിവ് കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പൊടിയായി ചോപ്പ് ചെയ്ത 2 തരം ക്യാപ്സിക്കമാണ് ഞാൻ ചേർക്കുന്നത്. ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ചേർത്താലും മതി. 2 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് വേകുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വളരെ കുറച്ച് ചേർക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കാം. പൊടിയായി അരിഞ്ഞ മല്ലിയില കുറച്ച് ചേർക്കാം. എല്ലാം കൂടി നല്ലതുപോലെ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവ് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല വലിയുന്ന ടൈപ്പിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇത് ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ 4 ഉരുളകളാക്കിയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്.
ഉരുളകൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഓരോ ഉരുളയും എടുത്ത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. എണ്ണ തടവിയ പലകയിൽ നമ്മൾ ഓരോ ഉരുളയും വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കൈ കൊണ്ട് നമുക്കിത് നല്ലതുപോലെ പരത്തിയെടുക്കാം. ടൈറ്റ്നസ് തോന്നുമ്പോൾ കുറേശ്ശെ എണ്ണ ചേർത്ത് പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. വളരെ നേരിയ കവറിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. നേരിയ കവറിങ്ങിൽ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇത് ആവിയിൽ വേവിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പരത്തിയതിന് ശേഷം നടുവേ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒത്തിരി കൂടുതൽ വെച്ച് കൊടുക്കരുത്. നമ്മളിത് റോൾ ചെയ്യുമ്പോഴേക്കും വളരെ നേരിയ കവറിങ് ആയതുകൊണ്ട് പൊട്ടിപ്പോകും. അതിനിടയിൽ കൂടിയൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പലക ഒന്ന് തിരിച്ചു വയ്ക്കാം. നമുക്ക് റോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് തിരിച്ചു വയ്ക്കാം. അതിനുശേഷം ഒരറ്റത്തുനിന്ന് നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ആദ്യം മടക്കി വെക്കുക, അതിനുശേഷം റോൾ ചെയ്യുക. സൈഡിൽ നിന്നുള്ളതെല്ലാം ഉള്ളിലേക്ക് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യുകയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കവറിങ്ങും ഈ ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ അരികെല്ലാം ലോക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരെണ്ണം ഇതുപോലെ ശരിയായിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. അരികിൽ നിന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്ത് റോൾ ചെയ്ത് അറ്റത്ത് വരുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യുകയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മളിത് വെച്ചേക്കരുത്. ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണം. ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലതുപോലെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടായ എണ്ണ ലോ ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ഓരോന്നും ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ലോ ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഒത്തിരി ഫ്രൈ ആയി പോകാതെ എടുക്കുന്നതാണ് നല്ലത്. ഒരു ഗോൾഡൻ യെല്ലോ കളർ വരെ ഫ്രൈ ചെയ്താൽ മതിയാകും. ഇത് നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ലൈറ്റ് യെല്ലോ കളറേ ആയിട്ടുള്ളൂ, അതാണ് നല്ലത്. പിന്നെ കൂടുതൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ് നേരം ഫ്രൈ ചെയ്താൽ നല്ല ഫ്രൈ ആയി കിട്ടും. മറ്റേ സൈഡും ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഫില്ലിങ് വളരെ കുറവായതുകൊണ്ട് 7 എണ്ണത്തിനുള്ള ഫില്ലിങ്ങേ ഉണ്ടായുള്ളൂ. അപ്പോൾ 7 സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. 2 പേർക്ക് 3 പേർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും മതിയാകും. കുട്ടികളുള്ള വീടാണെങ്കിൽ ഇത് കൂടുതൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. വളരെ ടേസ്റ്റിയാണ്. വലിയവർക്കും ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും നമുക്കിത് ഉപയോഗിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.